Good morning, dear my students. ഹയർ സെക്കൻഡറിയുടെ പാർട്ട് 1 എന്ന പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായമാണ് സോളിഡ് സ്റ്റേറ്റ്. അതാണ് നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. കൊറോണയുടെ ഈ കാലഘട്ടത്തിൽ ഓൺലൈൻ ക്ലാസ്സിലേക്ക് കുട്ടികൾ വലിച്ചിഴക്കപ്പെട്ടു. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പരിമിതികൾ പലരുടെയും മനസ്സിലുണ്ട്. സാധാരണ നേരിട്ട് പഠിപ്പിക്കുമ്പോൾ മനസ്സിൽ സംശയങ്ങൾ വന്നാൽ നേരിട്ട് ചോദിക്കാൻ പറ്റും. ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ അതിനുള്ള സൗകര്യം കാണുമോ? പ്രോബ്ലംസ് ബേസ്ഡ് കാര്യങ്ങൾ വരുമ്പോൾ സ്റ്റെപ്പുകൾ എണ്ണം കുറച്ച് അവർ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഇൻ്റർ സ്റ്റെപ്പ് മനസ്സിലാകാതെ കണ്ട് പ്രോബ്ലത്തിൽ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താൻ ബുദ്ധിമുട്ടേണ്ടി വരുമോ? ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ കണക്കിലെടുത്ത്, സാഹചര്യം അങ്ങനെയാണ്, അതെല്ലാം കണക്കിലെടുത്ത് ഏതെല്ലാം ആംഗിളിൽ നിന്ന് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകാമോ അത് ദൂരെ കൂട്ടി മനസ്സിലാക്കി നമ്മൾ ഓൺലൈനിൽ ക്ലാസ്സുകൾ നൽകുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പ്രത്യേകത പരിമിതമായ സാഹചര്യമാണ്. പക്ഷേ എൻ്റെ ലക്ഷ്യം ഏതൊരു കുട്ടിക്കും സ്പഷ്ടമായ ആശയം കിട്ടണം. അതിനായിട്ട് നാം സമയമെടുത്ത് തന്നെ സാവകാശം, വ്യക്തവും അതിന് വേണ്ടുന്ന മറ്റെന്തെല്ലാം വിശദീകരണങ്ങളുണ്ടോ അതോടൊപ്പം വരുന്നവയെല്ലാം നിങ്ങളെ മനസ്സിലാക്കി തന്നെ ക്ലാസ്സുകൾ നൽകുവാനുള്ള താല്പര്യമുണ്ട്. അതിനാൽ പരിമിതികളല്ല, നമ്മുടെ ഇപ്പോഴത്തെ പരിമിതി കണ്ടില്ലേ? ഈ ഒരു സാഹചര്യത്തിൽ വാക്സിൻ കണ്ടെത്താൻ പെടുന്ന പാട്. അതുകൊണ്ട് നമ്മൾ പഠനം വളരെയധികം ഗൗരവത്തോടു കൂടി കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ തന്നെ വന്ന് പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടർ എന്ന ഫീലിംഗ് നിങ്ങൾക്കുണ്ടാകും. ഞാനിപ്പോൾ ഇത്രയും സംസാരിച്ചപ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത്രത്തോളം ക്ഷമയും മനസ്സും കൊടുത്ത് ഞങ്ങൾ നിൽക്കുവാൻ തൽപരരാണ്, ഞങ്ങളതിന് തയ്യാറാണ്. ഒരേ ഒരു കാര്യം കുട്ടികൾ ചെയ്യേണ്ടത്, ഓൺലൈൻ വഴി കിട്ടുന്ന ക്ലാസ്സുകളുടെ വിശദീകരണം കേട്ട ശേഷം NCERT ടെക്സ്റ്റ് ബുക്ക് കൂടി ഒന്ന് ഫോളോ ചെയ്യണം. കാരണം അതിൻ്റെ ക്രമത്തിൽ തന്നെയാണ് ഈ പഠിപ്പിക്കുന്നതെങ്കിലും ഡബിൾ അറ്റാച്ച്മെൻ്റ് ആണ്. ഒന്ന് ഓൺലൈൻ വഴി, മറ്റൊന്ന് പ്രിൻ്റഡ് ടെക്സ്റ്റ് ബുക്കിലൂടെ കിട്ടുന്ന. ഇത് രണ്ടും നിങ്ങളുടെ മനസ്സിൽ ചേർത്ത് വെക്കുമ്പോഴേക്കും ആ പോർഷൻ ഉറച്ചു കഴിയും. ഞാൻ ഓൺലൈൻ ക്ലാസ് നൽകുമ്പോൾ വിശദീകരണങ്ങൾ വ്യക്തമായി പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എക്സസൈസ്, ഇത് പാരലായിട്ട് ചെയ്തു പോകുന്നതിനാൽ ക്ലാസ്സിൻ്റെ വിശദീകരണം മാത്രം മതിയാകും നിങ്ങൾക്ക് പൂർണ്ണമായും അതിൻ്റെ ഉത്തരം നൽകുവാൻ. ഇനി നമുക്ക് അധ്യായത്തിലേക്ക് കിടക്കാം. അധ്യായത്തിൻ്റെ പേര് സോളിഡ് സ്റ്റേറ്റ്. 2 ടെക്സ്റ്റ് ബുക്കാണ് നമുക്കുള്ളത്, പാർട്ട് 1, പാർട്ട് 2. പാർട്ട് 1 ആദ്യത്തെ അധ്യായമാണ് സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് കണ്ടിട്ടുണ്ട്, താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് സോളിഡ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ തന്നെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. എ മാറ്റർ വിത്ത് ഡെഫിനിറ്റ് സൈസ്, ഷേപ്പ് ആൻഡ് വോളിയം ആൻഡ് ഈവൻ ഇറ്റ് പൊസസ് മാസ്. ഡെഫിനിറ്റ് മാസും സൈസും ഷേപ്പും വോളിയും ഒക്കെ ഉള്ള ഏതൊന്നും സോളിഡാണ്. ഈ സോളിഡിനെ കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. സോളിഡ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ധാരാളം വസ്തുക്കളുണ്ട് ചുറ്റും. സ്റ്റോൺ, റോക്സ്, ടേബിൾ, ബോർഡ്, പെൻ, ഇങ്ങനെ ധാരാളം മെറ്റീരിയൽസ് നമുക്ക് സോളിഡ് സ്റ്റേറ്റിൽ കാണുവാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ വേഗത്തിൽ പറയും അതിന് ഡെഫിനിറ്റ് സൈസ് ഉണ്ട്, ഷേപ്പ് ഉണ്ട്, വോളിയം ഉണ്ട്, മാസുമുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ സോളിഡിനെ കുറിച്ച് എന്താണ് സാർ പഠിക്കാൻ പോകുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നും. ഇത് പഠിച്ചിട്ട് എന്ത് നേട്ടം?
രണ്ട് കാര്യങ്ങൾ സ്വാഭാവികമായും എല്ലാ മനുഷ്യരും ചിന്തിക്കും. എന്താണ് പഠിക്കുന്നത്, എന്തിനാണ് പഠിക്കുന്നത്? പഠിക്കുന്നത് എന്താണ്? സോളിഡ് സ്റ്റേറ്റ്. എന്തിനാണ് ഇത് പഠിക്കുന്നത്? നമുക്ക് പറയാമല്ലോ. സോളിഡുകൾക്ക് പ്രോപ്പർട്ടീസ് ഉണ്ട്, അല്ലേ? എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് ഉള്ളത്? റിജിഡിറ്റി, ദൃഢത. അതുകൊണ്ടാണല്ലോ നമ്മൾ ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ കെട്ടാൻ റോക്സ് എടുക്കുന്നത്. ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ ബിൽഡിംഗ് സ്റ്റേബിൾ അല്ല. ഗ്ലാസ് കട്ട് ചെയ്യണമെങ്കിൽ സാധാരണ നൈഫ് ഒന്നും സാധ്യമല്ല, ഡയമണ്ട് വേണം. വെഹിക്കിൾസ്, വാഹനങ്ങളുടെ ടയർ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഇലാസ്റ്റിക് നേച്ചറുള്ള എന്ത് വേണം? റബ്ബർ വേണം. അവൻ ഈ പറഞ്ഞു വന്ന കൂട്ടത്തിൽ സോളിഡുകളാണെങ്കിലും അതിൻ്റെ പ്രോപ്പർട്ടീസ് ഡിഫറൻ്റ് ആണ്. അവയുടെ പ്രോപ്പർട്ടീസ് ഡിഫറൻ്റ് ആകാൻ കാരണം അതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിളിനെ ആശ്രയിച്ചിരിക്കും. 10 ഗുണം 10 ഗുണം എന്നൊക്കെ പറയത്തില്ലേ? അപ്പം നമ്മുടെ ക്യാരക്ടർ നല്ലതാണെങ്കിൽ നമ്മുടെ പേരൻസിന് സൽക്കീർത്തി. അപ്പോൾ അതുപോലെ ഏതൊരു സോളിഡിൻ്റെയും പ്രോപ്പർട്ടീസ് സ്വഭാവം അതിനുള്ളിലെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് തരികളെ ആശ്രയിച്ചിരിക്കുന്നു. ഈ കോൺസ്റ്റിറ്റ്യുവൻറ്റ് തരികൾ എന്ന് പറഞ്ഞാൽ സാർ ആറ്റംസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മോളിക്യൂൾസ്, അയോൺസ്, ഇത്തരം ചെറിയ പാർട്ടിക്കിൾസിന്റെ നേച്ചർ, അവയെ ചേർത്ത് നിർത്തുന്ന ബൈൻഡിങ് ഫോഴ്സ്, ബന്ധനബലം, ഇതിൻ്റെയൊക്കെ നേച്ചറിനെ ആശ്രയിച്ചിരിക്കുന്നു ഓരോരോ സോളിഡിൻ്റെയും പ്രോപ്പർട്ടി. റബ്ബറിലെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് നേച്ചർ, ബൈൻഡിങ് ഫോഴ്സ് അല്ല റോക്സ്, സ്റ്റോൺ അതിനുള്ളിലുള്ളത്. അപ്പം ഇത്തരത്തിൽ സോളിഡുകൾ മാറുമ്പോൾ പ്രോപ്പർട്ടീസ് മാറുന്നു. പ്രോപ്പർട്ടീസിന് കാരണം അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് നേച്ചർ, അവയെ തമ്മിൽ അവയുടെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് നേച്ചർ, അതുപോലെ അവയെ ചേർത്ത് നിർത്തുന്ന ബൈൻഡിങ് ഫോഴ്സ്, ഇവയൊക്കെയാണെന്നറിയാം. അപ്പൊ ഇത്തരം സോളിഡിന്റെ സ്ട്രക്ചർ പഠിച്ചാൽ സ്ട്രക്ചർ എന്താണ്, എങ്ങനെ കോൺസ്റ്റിറ്റ്യൂന്റുകൾ ക്രമീകരിച്ചിരിക്കുന്നു എങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുതകുന്ന സോളിഡുകളെ കൃത്രിമമായി നിർമ്മിക്കാം. ഉദാഹരണം, കൃത്രിമ മാഗ്നറ്റ്സ്, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അതുപോലെ ഹൈ ടെമ്പറേച്ചറിൽ പോലും ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന സൂപ്പർ കണ്ടക്ടേഴ്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് നിർമ്മിക്കാം. അതുപോലെ നമ്മുടെ ബോഡിയിലെ ഓർഗനൽസോ അങ്ങനെ ഒന്നുമായി റിയാക്ട് ചെയ്യാത്ത ബയോ കംപ്ലൈൻ്റ് ആയിട്ടുള്ള സോളിഡ് മെറ്റീരിയൽസ് സർജിക്കൽ പർപ്പസിന് നമ്മുടെ ശരീരത്തിൽ ഓപ്പറേഷൻ നടത്തി അതിനുള്ളിൽ നമുക്കിത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഇത് അവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ ബോഡിയുമായിട്ട് റിയാക്ട് ചെയ്യാത്ത തരത്തിലുള്ള സോളിഡ് മെറ്റീരിയൽസിനെ നാം എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. ഇങ്ങനെ അനവധി കാര്യങ്ങൾ നമുക്ക് ഈ സോളിഡ് പഠിക്കുന്നതിലൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ടിൽ നൗ we are able to say the answer to the question. It is that why do we need to study solid states? Why do we need to study solid state? എന്തുകൊണ്ടാണ് നമ്മൾ ഇത് പഠിക്കേണ്ടത്? ഇത് പഠിക്കേണ്ടതിന്റെ കാരണം എന്താണ്? ഡിഫറെന്റ് സോളിഡ്സ് ഹാവ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്. അപ്പോൾ അതിന് മെയിൻ പോയിന്റ് നമ്മൾ ചിന്തിക്കേണ്ടത്, ക്വസ്റ്റ്യൻ ഈസ് ദിസ് വൺ: why do we need to study solid state? Different solids have different properties. Different പല solids, ഖരവസ്തുക്കൾ അവയ്ക്കുണ്ട് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്, പല സ്വഭാവങ്ങൾ ഉണ്ട്. ഡിഫറെന്റ് സോളിഡ്സ് ഹാവ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്. പല സോളിഡുകൾക്കും പല സ്വഭാവമാണ്. ഇനി ഇതെന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? വിച്ച് ഡിപ്പെൻഡ്സ് upon
their structure, nature of constituents, and binding forces existing between them. So we got the idea. What is that? Different solids have different properties which depend upon their structure, nature of constituents, and binding forces existing between them. So there is a correlation between their structure and properties. So we can prepare solid materials for our desired purposes. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പർപ്പസിനായിട്ട് നമുക്ക് മെറ്റീരിയൽസിനെ എന്ത് ചെയ്യാൻ സാധിക്കും, പ്രിപ്പയർ ചെയ്യാൻ കഴിയും. അതിന് നമുക്ക് എക്സാമ്പിൾ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, സൂപ്പർ കണ്ടക്ടേഴ്സ്, ഹൈ ടെമ്പറേച്ചർ, superconductors, and second one, biocombined materials for surgical purposes. Implementation and magnetic materials. So question is this one, why do we need to study solid states? Different solids have different properties which depend upon their structure, nature of constituents, and the binding forces existing between them. There is a correlation between their structure and properties, so we can prepare solid materials for our desired purposes. Example, high temperature superconductors, biocombined materials for surgical implementation, and magnetic materials.